സ്പിരിച്വൽ മലയാളം എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇപ്പോഴത്തെ യൂട്യൂബ് ചാനലുകളിലും ആത്മീയ പ്രഭാഷണങ്ങളിലും യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കണം, ആകർഷണ നിയമം, ഗ്രാറ്റിറ്റ്യൂഡ്, മാനിഫെസ്റ്റേഷൻ തുടങ്ങിയ വാചകങ്ങൾ വ്യാപകമായി കേൾക്കാറുണ്ട്. അതൊക്കെ പുതിയ ചിന്തകൾ പോലെയാണ് തോന്നിപ്പിക്കുന്നതെങ്കിലും അതിൻ്റെ വലിയൊരു ഭാഗം ഹിന്ദുമതത്തിൽ പുരാതന കാലം മുതൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതിനെ അടിസ്ഥാനപ്പെടുത്തി പറയുകയാണ് ബ്രഹ്മം അല്ലെങ്കിൽ യൂണിവേഴ്സാണ് സർവശക്തി. ഹിന്ദുമതത്തിൽ ബ്രഹ്മം എന്നത് എല്ലാ ദൈവങ്ങളെക്കാളും അതീതമായ ഒരു അനന്തമായ ഉറവയായ ശക്തിയായിട്ട് പറയുന്നുണ്ട്. ഉപനിഷത്ത് പറയുന്നു, സർവം ഹല്ലിതം ബ്രഹ്മ, ഇവിടെയുള്ളതെല്ലാം ബ്രഹ്മമാണ്. അതായത് ഇന്ന് പറയുന്ന യൂണിവേഴ്സ് ഈസ് ലിസണിങ്, പ്രേ ടു യൂണിവേഴ്സ് എന്നതെല്ലാം ഹിന്ദു ദർശനത്തിൽ ബ്രഹ്മത്തെ പ്രാർത്ഥിക്കുക എന്നതുമായി തുല്യമാണ്. ഗ്രാറ്റിറ്റ്യൂഡ്, കൃതജ്ഞതയും മനസ്സിലാക്കിയ രീതി നാം കാണുന്നു. യൂണിവേഴ്സ് വിൽ റിട്ടേൺ വാട്ട് യു സെൻഡ് ഔട്ട്, നല്ലത് ചെയ്താൽ അതിന് നല്ലത് ഫലം കിട്ടും മുതലായ ആശയങ്ങൾ ഹിന്ദുമതത്തിലെ കർമ്മസിദ്ധാന്തം, ഭക്തിമാർഗം, സ്തോത്രങ്ങൾ എന്നിവയുടെ സമാനമായി കാണാം. ഉദാഹരണത്തിന് ഗ്രാറ്റിറ്റ്യൂഡ് ടു യൂണിവേഴ്സ്, നമുക്കുള്ള ദൈവസ്തുതികൾ, നമസ്കാരങ്ങൾ. ആധുനിക ആശയത്തിലെ അഫർമേഷൻ അല്ലെങ്കിൽ സങ്കല്പം, നമുക്കുമുണ്ടായ സങ്കല്പം, അതായത് പൂജയ്ക്ക് മുമ്പുള്ള ആഗ്രഹപ്രകടനം. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന ആധുനിക ആശയം നമുക്ക് കർമ്മം എന്ന് ബന്ധപ്പെടുത്താം. നമുക്ക് എന്ത് ചിന്തിക്കുകയോ ചെയ്യുകയോ ചെയ്യുന്നു അതിൻ്റെ ഫലം നമുക്ക് കിട്ടുമെന്ന് ഭഗവത്ഗീതയും പറയുന്നു. ട്രസ്റ്റ് ദ യൂണിവേഴ്സ്, ശ്രദ്ധയും ശാന്തതയും, ഫെയ്ത്ത് ആൻഡ് സറണ്ടർ. ഇനി നമുക്ക് ആധുനിക ആചാരങ്ങളും ഹിന്ദുമത അനുരൂപങ്ങളും നോക്കാം. നമുക്ക് അറിയുന്ന താങ്ക് യു യൂണിവേഴ്സ് ഫോർ ടുഡേയ്സ് ഫുഡ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദുമതത്തിൽ ഭക്ഷണത്തിന് മുമ്പേ നമ്മൾ അന്നപൂർണ സ്തുതി, അല്ലെങ്കിൽ ഈ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുള്ള ബ്രഹ്മാർപ്പണം, ബ്രഹ്മഹവിർ, ആ ഒരു മന്ത്രം നമ്മൾ പറയുന്നു. അതായത് നമ്മൾ ബ്രഹ്മത്തിന് അർപ്പിക്കുന്നു, അതായത് യൂണിവേഴ്സിനോടുള്ള നന്ദിയാണ് നമ്മൾ അവിടെ കാണിക്കുന്നത്. വേറൊരു സെൻറ്റൻസ് പറയുകയാണെങ്കിൽ ഐ അലൈൻ വിത്ത് അബണ്ടൻസ് എനർജി എന്ന് നമ്മൾ പുതിയ ആശയത്തിൽ പറയുമ്പോൾ നമ്മളിവിടെ മഹാലക്ഷ്മി സ്തുതി ഉപയോഗിക്കുന്നു. ഐ വിഷ്വലൈസ് ഹീലിംഗ് എനർജി എന്നുള്ള പോസിറ്റീവ് അഫർമേഷൻ നമുക്ക് ഗായത്രി മന്ത്രം, ധ്യാനം ഇതെല്ലാം തരുന്നു. ഗായത്രി മന്ത്രം, മൃത്യുഞ്ജയ മന്ത്രം ഇതെല്ലാം നമുക്ക് ലോങ് ലൈഫും എനർജിയും ഹീലിംഗ് എനർജി തരുന്നതാണ്. ശ്ലോകങ്ങളിൽ നിന്നും പ്രാർത്ഥനകളിൽ നിന്നുമുള്ള സമാനതകൾ ഇനി നോക്കാം. ത്വമേവ സർവം മമ ദേവ എന്ന് നമ്മൾ പറയാറുണ്ട്. ത്വമേവ സർവം, നീയാണ് എൻ്റെ എല്ലാം ദൈവമേ. അതുപോലെ പറയുന്ന പുതിയ ആശയമാണ് യൂണിവേഴ്സാണ് എല്ലാം, യൂണിവേഴ്സ് ഈസ് എവരിത്തിങ്. ഓം പൂർണ്ണമദ പൂർണ്ണമിതം എന്ന് തുടങ്ങുന്ന ആ മന്ത്രം ഈ ലോകം തന്നെ പരിപൂർണമാണ്. ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ ഓൾനെസ് എന്ന പുതിയ ആശയത്തിലുള്ളതാണ്. അതുപോലെ രാവിലെ കരാഗ്രേ വസതേ ലക്ഷ്മി, ഈ ചാനലിൽ തന്നെ നമ്മൾ ഇട്ടിട്ടുണ്ട്. രാവിലെ എണീക്കുമ്പോൾ പറയുന്ന പ്രാർത്ഥന, കരാഗ്രി, രാവിലെ കണ്ണു തുറക്കുന്ന നേരം തന്നെ ഈ കൃതജ്ഞത നമ്മൾ അറിയിച്ചുകൊണ്ടാണ് നമ്മൾ പൂർവികരെല്ലാം ഉണർന്നുകൊണ്ടിരിക്കുന്നത്. വി ആർ ഓൾവേസ് ഗ്രാറ്റിറ്റ്യൂഡ് ടു ദ യൂണിവേഴ്സ്, വി ആർ ഗ്രാറ്റിറ്റ്യൂഡ് ടു ദ ഗോഡ്, വി ആർ ഗ്രാറ്റിറ്റ്യൂഡ് ടു ദ എർത്ത് വി ലീവ്. ആധുനികതയും ആത്മീയവും തമ്മിലുള്ള സന്ദേശങ്ങൾ. യൂണിവേഴ്സ് റെസ്പോൺസ് ടു യുവർ എനർജി എന്ന് പറയുന്നത് മോഡേൺ സെയിങ്സിലെ ഹിന്ദു ഫിലോസഫി ഇക്വലൻ്റ്. അതിൽ ശബ്ദം തന്നെ ബ്രഹ്മം എന്ന് പറയുന്ന ആദബ്രഹ്മം, ആസ്ക്, ബിലീവ് ആൻഡ് റിസീവ് എന്ന് പറയുന്ന ആ ഒരു ആധുനിക സെയിങ്ങിൽ, ആധുനിക പറച്ചിൽ നമുക്കുള്ളതാണ് സങ്കല്പം, ഭക്തി, കർമ്മഫലം. വൈബ്രേറ്റ് അറ്റ് എ ഹയർ ഫ്രീക്വൻസി എന്ന ആധുനിക ആശയത്തിൽ നമുക്കുള്ളതാണ് ജപം, ധ്യാനം, ശുദ്ധ ചിന്തകൾ. അതായത് യഥാർത്ഥത്തിൽ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുക എന്നത് ഹിന്ദുമതത്തിൽ ബ്രഹ്മം, ഭക്തി, കർമ്മം എന്നിവയുമായി ആഴമായ ബന്ധമുള്ളതാണ്. അതിൽ പുതിയതൊന്നുമല്ല. മാത്രമല്ല നമ്മുടെ സ്തോത്രങ്ങൾ, വേദമന്ത്രങ്ങൾ, സങ്കല്പങ്ങൾ, കർമ്മസിദ്ധാന്തം എന്നിവ എല്ലാം അതിന് തെളിവാണ്. ഇതുപോലുള്ള കൂടുതൽ അറിവുകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.